അതെ ഗൈസ്, മിക്കപ്പം പറഞ്ഞ പോലെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒമാനിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടും അതിൻ്റെ വിശേഷങ്ങളുമാണ്. എൻ്റെ തൊട്ടടുത്തുള്ള ഈന്തപ്പനത്തോട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് ഞങ്ങളുടെ വീട്. കണ്ട ഡ്രാക്കുള പ്രഭുവിൻ്റെ കോട്ട പോലെ തോന്നുമെങ്കിലും ഞങ്ങൾ വളരെ റെൻറ്റ് കുറവുള്ള സ്ഥലം ഏതാണെന്ന് നോക്കി എത്തിയതാണ് ഇവിടെ. ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് പച്ചപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഹരിതാപവും ഊഷ്മളതയൊക്കെ കിട്ടണമെങ്കിൽ സ്ഥലമല്ലേ പോണ്ടി വരും. ഇനി വീട്ടിലേക്ക് കയറി പോവാം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നതാണ് ബെഡ്റൂം. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ, മാതാവ്, ഉണ്ണീശു, കൃഷ്ണൻ എല്ലാവരും ഉണ്ട്. ക്യാമറ ഓണാക്കി കണ്ട അപ്പം മിക്കപ്പിന് ഒരു തുള്ളിച്ചാട്ടം കൂടുതലാണ്, നോക്കിക്കോ. ഇനി ബാത്റൂം ഉള്ളു കാണിക്കുന്നില്ല. പിന്നെ കിച്ചൺ, കട്ടില്, ബെഡ്, അലമാര, TV, ടേബിള്, പിന്നെ ഫിൽറ്റർ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റൗ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ സ്റ്റോർ റൂമിലുള്ള സാധനങ്ങളൊക്കെ ആ കാണുന്നതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി പുറത്തേക്ക് പോവാം, ബാക്ക് സൈഡ്, അതായത് പിന്നാമ്പുറം. നേരത്തെ ഉമ്മറം കാണിച്ചു, ഇനി പിന്നാമ്പുറം. ഈ സൈഡിൽ ചെറിയൊരു തണൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് വന്നൊരു വള്ളി പടർത്തിയെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെയാണത് കക്കിരിയാണെന്ന് മനസ്സിലായത്. ആനയെ കിളിർത്ത വള്ളിയാണെങ്കിലും പൂവിട്ട് കായൊക്കെ വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു സന്തോഷം ചില്ലറിയായിരുന്നില്ല. പിന്നെ ഇവിടെ ചെറിയൊരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഇനി നമുക്ക് നേരെ മേലോട്ട് പോവാം. മേലത്തെ ഭാഗങ്ങൾ കാണാം. ഇവിടെ ഒരു കിളിവാതിലുണ്ട്, കണ്ടോ. പിന്നെ മേലത്തെ മെയിൻ വാതിൽ. മേലെ മൊത്തം 3 റൂമുണ്ട്. എന്നാലും നമ്മൾ താഴെ മാത്രമേ ഉപയോഗിക്കുള്ളൂ, കാരണം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ആ റൂം തന്നെ ധാരാളം. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു ഏരിയ ആണ് ഇവിടെ. ശരിക്കുള്ള വ്യൂ ഇതല്ല, മേലെ ടെറസിൻ്റെ മുകളിലാണ് അടിപൊളി വ്യൂ കിടക്കുന്നത്. പിന്നെ താഴെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന 2 കാറുകൾ കണ്ടായിരുന്നു. അതിൽ ബ്ലൂ കളർ നമ്മുടെ നെയ്ബറിൻ്റെയാണ്. പിന്നെ കാണുന്ന സിൽവർ ഉണ്ടല്ലോ, അതും അവരുടെ തന്നെയാണ്. നമുക്ക് കാറില്ല ഗൈസ്. അതൊക്കെ പോട്ടെ. ഈ റൂമൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് മെല്ലെ മേലോട്ട് പോവാം. മേലെയാണ് നല്ല അടിപൊളി വ്യൂ എടുക്കുന്നത്. വൈകിട്ടിടയ്ക്ക് ഞങ്ങളിവിടെ വന്ന് ഇരിക്കാറുണ്ട്, കാരണം നല്ല ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ലേ. പക്ഷെ രാവിലെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങി തിരിച്ചു പോവാം. ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും. ഇത് നമ്മുടെ നേരെ മുന്നിലുള്ള ഏരിയ. ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഈന്തപ്പനയുടെ തോട്ടം. ഇനിയും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയോ നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ബഹല ഫോർട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.